ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ആക്ച്വലി എനിക്ക് എപ്പോഴും എൻ്റെ സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവരും ഇത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ. ആ സമയത്ത് നമ്മുടെ കൂടെ ഒരാൾ, ഒന്നോ രണ്ടോ കൂടുതൽ ആൾക്കാർ ഉണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. എന്നാലും ആ ആൾക്കാർ ഉള്ളതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്, ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതിലൊരാൾ ഇന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്നു. ലെമൺ റൈസും മഷ്റൂമും ബ്രൊക്കോളിയും ഒക്കെ എല്ലാം കൂടി ഇട്ടിട്ടൊരു ക്രീമി ആയിട്ടുള്ളൊരു കറി. ആക്ച്വലി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷമായി. അത് കൊണ്ടുവന്ന് കഴിച്ചപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം ഫീൽ ചെയ്തായിരുന്നു. എന്താന്ന് വെച്ചാൽ, ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ, നമ്മൾ സ്നേഹത്തോടു കൂടി ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി നമ്മൾ ഫുഡ് ഒരാൾക്ക് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും ആ കഴിക്കുന്ന ആളിൻ്റെ വയറും നിറയും, അതോടൊപ്പം മനസ്സും നിറയും എന്ന് പറയത്തില്ലേ. അതേപോലെ ഒരു ഫീൽ എനിക്കിന്ന് തോന്നി കേട്ടോ. എനിക്ക് ഇതിന് മുന്നേ ഈ ഒരു ഫ്രണ്ട് കുറേ ഫുഡൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തോന്നാത്ത ഒരു ഫീല് എനിക്ക് തോന്നി. അത് എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. ആക്ച്വലി ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 1 month ആയിട്ട് എനിക്ക് ഹോട്ടൽസിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. എന്നും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളൂല എന്നല്ല, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഓക്കെ അല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് സ്നേഹം കൊണ്ട് നമുക്ക് സർപ്രൈസസ് തരുന്ന ഓരോ പേഴ്സണെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ കാണുമല്ലേ. നിങ്ങളുടെ ലൈഫിലും ഇതേപോലെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഭയങ്കര ലക്കിയാണ് ഗൈസ്. ഡോണ്ട് ലൂസ് ദാറ്റ് പേഴ്സൺ. നമ്മൾ ഓക്കെ അല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാനുണ്ട് കൂടെ എന്ന് പറയാനായിട്ട് ഒരാളില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ പോയവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ദൈവം സഹായിച്ച് എനിക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി എനിക്ക്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ ആരെങ്കിലും ഒക്കെ കാണും. അവർ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യോ, ടാഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.